ഇനി നമുക്ക് അക്കൗണ്ടിംഗ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 101ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് കോസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് ആക്ച്വൽ ഡേറ്റ ഈസ് കോൾഡ്. ഫസ്റ്റ് ഓപ്ഷൻ കോസ്റ്റ് എസ്റ്റിമേഷൻ, സെക്കൻഡ് ഓപ്ഷൻ കോസ്റ്റ് അസർടൈൻമെൻറ്റ്, തേർഡ് ഓപ്ഷൻ കോസ്റ്റ് അലോക്കേഷൻ, ഫോർത്ത് ഓപ്ഷൻ വേരിയബിൾ കോസ്റ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ പ്രോസസ് ഓഫ് ഏതിൻ്റെയാണ്? ഡിറ്റർമിനിങ് കോസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് ആക്ച്വൽ ഡേറ്റ. ആക്ച്വൽ ഡേറ്റയുടെ ബേസിസിലുള്ള കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 101ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ കോസ്റ്റ് അസർടൈൻമെൻ്റ് ആണ്. എന്താണ് കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ? കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുകയാണ്. എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ പ്രൊജക്റ്റ്, അതാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ വരുന്നത്. കോസ്റ്റ് അലോക്കേഷൻ എന്താണ്? കോസ്റ്റ് അലോക്കേഷൻ ദ അലോട്ട്മെൻറ്റ് ഓഫ് ഓൾ ഐറ്റം ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്സ് ആണ്. 101ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 102ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ്, ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ പർച്ചേസസ്, സെക്കൻഡ് ഓപ്ഷൻ സെയിൽസ്, തേർഡ് ഓപ്ഷൻ കൺസൈൻമെൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ കൺസൈനീസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വെൻ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ്, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈസ് ക്ലോസ് ചെയ്യാൻ നേരത്ത് ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ്, ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒരു ഗുഡ്സ് കൺസൈൻമെൻറ്റിൽ അയക്കാൻ നേരത്ത് വരുന്ന ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻ്റ് ആണ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇത് ക്ലോസ് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്തിട്ട് ഏത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും? ട്രേഡിംഗ് ഓർ പർച്ചേസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെ ജേണൽ എൻട്രി വരും? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് ഓർ പർച്ചേസ് അക്കൗണ്ട്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റിന് ക്രെഡിറ്റും വന്നു ഡെബിറ്റും വന്നു. അപ്പോൾ എന്താണ്? അത് ക്ലോസ്ഡ് ആയി. അപ്പോൾ ക്രെഡിറ്റ് ചെയ്തേക്കണമൊക്കെ ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഈസ് ട്രേഡിംഗ് ഓർ പർച്ചേസ് അക്കൗണ്ട് ആണ്. അപ്പോൾ നമുക്കിതിനകത്ത് ഓപ്ഷനിൽ സ്യൂട്ടബിൾ ആൻസർ ഏതാണ്? പർച്ചേസസ് ആണ്. അപ്പോൾ 102ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ്. 103ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് റിസർവ് ഈസ് നോട്ട് ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ്. നമുക്കറിയാം ഏത് റിസർവാണ് ബാലൻസ് ഷീറ്റ് കാണിക്കാത്തത്? സീക്രട്ട് റിസർവ്, ഹിഡൻ റിസർവ്, ഇൻറ്റേർണൽ റിസർവ്, ഇന്നർ റിസർവ് ഒക്കെയാണ്. അപ്പോൾ ഏതാണ് സ്യൂട്ടബിൾ ആൻസർ? 103ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ സീക്രട്ട് റിസർവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 104ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗുഡ്സ് പർച്ചേസർ ഫ്രം മിസ്റ്റർ വൈ പാസ്ഡ് ത്രൂ സെയിൽസ് ബുക്ക്. ദ എഫക്റ്റഡ് അക്കൗണ്ട്സ് ആർ ഫസ്റ്റ് ഓപ്ഷൻ പർച്ചേസസ് അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ പർച്ചേസസ് ആൻഡ് സെയിൽസ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ പർച്ചേസസ് ആൻഡ് വൈ അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ പർച്ചേസസ് സെയിൽസ് ആൻഡ് വൈസ് അക്കൗണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഗുഡ്സ് പർച്ചേസർ ഫ്രം മിസ്റ്റർ വൈ അത് പാസ്ഡ് ത്രൂ സെയിൽസ് ബുക്കാണ്. അപ്പോൾ ദ എഫക്റ്റഡ് അക്കൗണ്ട്സ് ആർ ഏതൊക്കെ അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പർച്ചേസ് എന്തായിട്ടാണ്? പാസ്ഡ് ത്രൂ സെയിൽസ് ബുക്ക്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിനെ അഫക്റ്റ് ചെയ്യും, സെയിൽസ് ബുക്കിനെ അഫക്റ്റ് ചെയ്യും. ഇത് മിസ്റ്റർ വൈയുടെ കയ്യിൽ നിന്നല്ലേ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അത് മിസ്റ്റർ വൈയുമായിട്ട് ബന്ധപ്പെട്ട് സെയിൽസ് ബുക്കിലേക്ക് പാസ് ചെയ്തുകൊണ്ട് വൈ അക്കൗണ്ടിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ 104ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ പർച്ചേസസ് സെയിൽസ് ആൻഡ് വൈസ് അക്കൗണ്ട്. 104ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 105ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ₹5,000 സ്പെൻഡ് ഓൺ റിപ്പയർസ് ഓഫ് മെഷീൻ പർച്ചേസ്ഡ് സെക്കൻഡ് ഹാൻഡ് ഈസ് ഡാഷ് എക്സ്പെൻഡിച്ചർ. ഫസ്റ്റ് ഓപ്ഷൻ ക്യാപിറ്റൽ, സെക്കൻഡ് ഓപ്ഷൻ റവന്യൂ, തേർഡ് ഓപ്ഷൻ ഡെഫേർഡ് റവന്യൂ, ഫോർത്ത് ഓപ്ഷൻ മിസ്ലേനിയസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ₹5,000 സ്പെൻഡ് ഓൺ അതിന് സ്പെൻഡ് ചെയ്തു റിപ്പയർസ് ഓഫ് മെഷീൻ പർച്ചേസ്ഡ് സെക്കൻഡ് ഹാൻഡ് മെഷീൻ പർച്ചേസ് അതിൻ്റെ റിപ്പയറുമായിട്ട് ബന്ധപ്പെട്ട് 5,000 സ്പെൻഡ് ചെയ്തു. അത് ഏത് എക്സ്പെൻഡിച്ചർ ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സ്യൂട്ടബിൾ ആൻസർ കൊടുത്തിട്ടുള്ളത് അതായത് സെക്കൻഡ് ഹാൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പയറിന് 5,000 രൂപ ആയിട്ടുള്ളത് ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ 105ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 106ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
Absorption of overheads signifies a process of first option charging overheads to individual products or jobs. Second option distribution of overheads between direct and indirect. Third option classification of overheads between direct and indirect. Fourth option identification of overheads. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? Absorption of overheads signifies a process of ആൻസർ എ ആണ് ആൻസർ. ചാർജിങ് ഓവർഹെഡ്സ് ടു ഇൻഡിവിജ്വൽ പ്രൊഡക്ട്സ് ഓർ ജോബ്സ് ആണ്. 106ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 107ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്സ് വെൻ ഫസ്റ്റ് ഓപ്ഷൻ കറന്റ് അസറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു കറന്റ് ലയബിലിറ്റി. സെക്കൻഡ് ഓപ്ഷൻ കറന്റ് അസറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഫിക്സഡ് അസറ്റ്. തേർഡ് ഓപ്ഷൻ കറന്റ് അസറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഫിക്സഡ് ലയബിലിറ്റി. ഫോർത്ത് ഓപ്ഷൻ കറന്റ് ലയബിലിറ്റി ഈസ് കൺവേർട്ടഡ് ഇൻടു ഫിക്സഡ് ലയബിലിറ്റി. ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്സ്. ഏതാണ് സ്യൂട്ടബിൾ ആൻസർ? കറന്റ് അസറ്റ് കറണ്ട് ലയബിലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് തുല്യമല്ലേ? രണ്ടും കറണ്ടുമാണ്. ഒന്ന് അസറ്റ് ലയബിലിറ്റി. അവിടെ ഫ്ലോ ഓഫ് ഫണ്ട്സ് ഇല്ല. ഇനി കറണ്ട് അസറ്റ് ഫിക്സഡ് അസറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് എന്താണ്? അവിടെ ഫ്ലോ ഓഫ് ഫണ്ട്സ് ഉണ്ട്. രണ്ടും ഡിഫറൻസ് ആണ്. അപ്പോൾ അങ്ങനെ എടുക്കാൻ നേരത്ത് സ്യൂട്ടബിൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. കറണ്ട് അസറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു കറണ്ട് ലയബിലിറ്റി. 107ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. കറണ്ട് അസറ്റ് കൺവേർട്ട് ടു ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് എന്താണ്? അവിടെ ഫ്ലോ ഓഫ് ഫണ്ട്സ് വേണം. എന്നാലാണ് ഫിക്സഡ് അസറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് പോവുള്ളൂ. രണ്ടാണ്. കറണ്ട് ഫിക്സഡ് അസറ്റാണ്. ഇനി കറണ്ട് അസറ്റ് കൺവേർട്ട് ടു ഫിക്സഡ് ലയബിലിറ്റിയും രണ്ടായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ഇനി കറണ്ട് ലയബിലിറ്റീസ് കൺവേർട്ട് ടു ഫിക്സഡ് ലയബിലിറ്റിയും അതും രണ്ടായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്സ് വെൻ സൂട്ടബിൾ ആൻസർ കറണ്ട് അസറ്റ് ഈസ് കൺവേർട്ട് ടു കറണ്ട് ലയബിലിറ്റി. 107ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. 108ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ഫോർ സെയിൽസ് റിട്ടേൺസ് ബുക്ക്. റിപ്പീറ്റഡാ. സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ഫോർ സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? ക്രെഡിറ്റ് നോട്ടാണ്. ഈ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ഫോർ പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ ഡെബിറ്റ് നോട്ട് വന്നേനെ. ഇപ്പോൾ 108ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ഫോർ സെയിൽസ് റിട്ടേൺസ് ബുക്ക്. 108ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. ക്രെഡിറ്റ് നോട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 109ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓവർ കാസ്റ്റിംഗ് ഓഫ് പർച്ചേസ് ബുക്ക് ഈസ് an example of first option errors of omission, second option errors of commission, third option errors of principles, fourth option compensating errors. Accounting errors ആണ്. ഓവർ കാസ്റ്റിംഗ് ഓഫ് പർച്ചേസ് ബുക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓവർ കാസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്തേക്കുവാണ്? ബാലൻസ് ചെയ്തേക്കുവാണ്. പർച്ചേസ് ബുക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. 109ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ. എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. റോങ് പോസ്റ്റിംഗ്, റോങ് ക്യാരി ഫോർവേഡ്, റോങ് ബാലൻസിങ് ഇതെല്ലാം എറേഴ്സ് ഓഫ് കമ്മീഷനിൽ വരുന്നതാണ്. എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യാൻ വിട്ടുപോകുക. അത് ഫുൾ ഒമിഷനുണ്ട്, അതുപോലെ തന്നെ എന്താണ് പാർഷ്യൽ ഒമിഷനുണ്ട്. ഫുൾ ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് വിട്ടുപോകുക. പാർഷ്യൽ ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ട്, ഒന്നിൽ ഡെബിറ്റോ ഓർ ക്രെഡിറ്റ്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എറർ മറ്റൊരു എററുമായിട്ട് ചേർന്ന് അത് അതിൻ്റെ എഫക്റ്റിനില്ലായി പോവുക, കോമ്പൻസേറ്റ് ചെയ്തു പോകുക. ഇപ്പോൾ 109ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. എറേഴ്സ് ഓഫ് കമ്മീഷനാണ്. 110ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് കോസ്റ്റിംഗ് ഈസ് ആപ്ലിക്കബിൾ ടു ഷുഗർ ഇൻഡസ്ട്രി. ഏത് കോസ്റ്റിംഗ് ആണ് ഷുഗർ ഇൻഡസ്ട്രിക്ക് ആപ്ലിക്കബിൾ? 110ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ഡിഫറെൻറ്റ് പ്രോസസ്സിൽ പോയ ശേഷം എന്താണ് ഈ പറഞ്ഞ ഫൈനൽ പ്രോഡക്ട്സ് കിട്ടുന്നു. ആ രീതിയിൽ എടുക്കാൻ നേരത്ത് ഷുഗർ ഇൻഡസ്ട്രിയാണ് ആൻസർ. ഇനി ബാച്ച് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിങ്ങും സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്. ജനറൽ എഞ്ചിനീയറിംഗ് വർക്ക്സ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ വരുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആർ ഡിഫറെൻ്റ്ലി മാനുഫാക്ചർ ചെയ്യും. ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് എന്നിട്ട് എന്താണ് അത് ഒരുമിച്ച് അസംബിൾ ചെയ്യും. ആ രീതി തന്നെയാണ് ഇത് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇവിടെ സ്യൂട്ടബിൾ ആൻസർ ഡാഷ് കോസ്റ്റിംഗ് ഈസ് ആപ്ലിക്കബിൾ ടു ഷുഗർ ഇൻഡസ്ട്രി. ഡി ആണ്. പ്രോസസ് കോസ്റ്റിംഗ് ആണ്. 110ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 111ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഡ്ജസ്റ്റ്മെന്റ്സ് മേഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എക്സെട്ര ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് കൺസെപ്റ്റ്. ഫസ്റ്റ് ഓപ്ഷൻ മാച്ചിങ്, സെക്കൻഡ് ഓപ്ഷൻ കോസ്റ്റ്, തേർഡ് ഓപ്ഷൻ മെറ്റീരിയാലിറ്റി, ഫോർത്ത് ഓപ്ഷൻ കൺസർവേറ്റിസം. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അഡ്ജസ്റ്റ്മെൻറ്റ് മേഡ് ചെയ്യുകയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസും പ്രീപെയ്ഡ് എക്സ്പെൻസസും ഇൻ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് എ ബേസ്ഡ് ഓൺ ഡാഷ് കൺസെപ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് അക്കൗണ്ടിംഗ് ആർ കോൾഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിംഗ് കൺസെപ്റ്റും അക്കൗണ്ടിംഗ് കൺവെൻഷനും. അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് അക്കൗണ്ടിംഗ് റൂൾസ് ആപ്ലിക്കബിൾ അറ്റ് ദി ടൈം ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ബുക്ക് കീപ്പിങ്ങിൻ്റെ സമയത്താണ്. അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് ആർ ആപ്ലിക്കബിൾ അറ്റ് ദി ടൈം ഓഫ് പ്രിപ്പറേഷൻ ഓഫ്
ഫൈനൽ അക്കൗണ്ട്സിൻ്റെ സമയത്താണ്. അപ്പോൾ അക്കൗണ്ടിങ് കൺസെപ്റ്റിൽ മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത് അതാത് വർഷത്തെ എക്സ്പെൻസസും അതേപോലെ തന്നെ ഇൻകവും തമ്മിൽ മാച്ച് ചെയ്തു പോകണം. അങ്ങനെ മാച്ച് ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ് മേഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും പ്രീപെയ്ഡ് എക്സ്പെൻസസും. ഇപ്പോൾ സ്യൂട്ടബിൾ ആൻസർ 111 ക്വസ്റ്റിൻ്റെ സ്യൂട്ടബിൾ ആൻസർ ഏതാണ്? എ മാച്ചിങ് കൺസെപ്റ്റാണ്. 111 ക്വസ്റ്റ്യൻ ആൻസർ എ. 112 ക്വസ്റ്റ്യൻ നോക്കാം. Dash is an example of non-operative expenses. First option advertising, second option selling expenses, third option factory expense, fourth option loss by fire. നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. ഒരു നോൺ ഓപ്പറേറ്റീവ് അല്ലാത്ത എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസിങ് ഓപ്പറേറ്റീവ് ആണ്, സെല്ലിംഗ് എക്സ്പെൻസ് ഓപ്പറേറ്റീവ് ആണ്, ഫാക്ടറി എക്സ്പെൻസസ് ഓപ്പറേറ്റീവ് ആണ്. ഏതാണോ നോൺ ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ 112 ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. ലോസ് ബൈ ഫയർ, തെഫ്റ്റ്, ആക്സിഡൻറ്റ് എക്സെട്ര ആണ്. അപ്പോൾ 112 ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 113 ക്വസ്റ്റ്യൻ നോക്കാം. സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓൺ ക്രെഡിറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ ഫസ്റ്റ് ഓപ്ഷൻ സെയിൽസ് ബുക്ക്, സെക്കൻഡ് ഓപ്ഷൻ സെയിൽസ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ജേണൽ പ്രോപ്പർ, ഫോർത്ത് ഓപ്ഷൻ സ്റ്റോഴ്സ് അക്കൗണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓൺ ക്രെഡിറ്റ്, സ്ക്രാപ്പ് കടത്തിൽ വിറ്റാൽ വിൽ ബി റെക്കോർഡഡ് ഇൻ, എവിടെ റെക്കോർഡ് ചെയ്യും? നമുക്കറിയാം ജേണലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ജേണലും ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പറും. സ്പെഷ്യൽ ജേണൽ എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, റിട്ടേൺ ഇൻവേർഡ്, റിട്ടേൺ ഔട്ട്വേർഡ്സ്, ബിൽസ് റിസീവബിൾസ്, ബിൽസ് പേബിൾ. പിന്നെ ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പർ. അപ്പോൾ ഈ സ്പെഷ്യൽ ജേണലിൽ റെക്കോർഡ് ചെയ്യാത്തതാണ് എവിടെ റെക്കോർഡ് ചെയ്യുന്നത്? ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പർ. അപ്പോൾ സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓൺ ക്രെഡിറ്റ്, ക്യാഷിലാണ് ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തത്, ക്രെഡിറ്റിലായതുകൊണ്ട് സ്പെഷ്യൽ ജേണൽ റെക്കോർഡ് ചെയ്യില്ല. എവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ? ജനറൽ ജേണൽ അല്ലെങ്കിൽ ജേണൽ പ്രോപ്പറിലാണ്. അപ്പോൾ 113 ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 114 ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഇസ് നോട്ട് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ പ്രോഫിറ്റ് ഓൺ സെൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ഇത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അടുത്ത് പ്രീമിയം റിസീവ്ഡ് അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇതും ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അടുത്ത് സി പ്രോഫിറ്റ് അറ്റ് ദി ഓഫ് റീ ഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഷെയർസ്, ഫോർഫീച്ചർ ക്യാൻസൽ ചെയ്ത ഷെയർസ് റീ ഇഷ്യൂ ചെയ്യാൻ നേരത്തെ ഉണ്ടാകുന്ന പ്രോഫിറ്റ്, അതും ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഡി നോക്കിയ പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ഏതായിട്ട് എടുക്കാം? റവന്യൂ പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ എടുക്കാം. ഇതിനകത്ത് ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലാത്ത, അപ്പം എയും ബിയും സിയും ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്, അല്ലാത്ത ഏതാണ്? ഡി ആണ് ആൻസർ. 114 ക്വസ്റ്റ്യൻ ആൻസർ ഡി, പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 115 ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ഫസ്റ്റ് ഓപ്ഷൻ ക്യാഷ് ബുക്ക്, സെക്കൻഡ് ഓപ്ഷൻ ഡേ ബുക്ക്, തേർഡ് ഓപ്ഷൻ പർച്ചേസസ് ബുക്ക്, ഫോർത്ത് ഓപ്ഷൻ സെയിൽസ് ബുക്ക്. ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ, നമുക്ക് സൊസൈറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്യൂട്ടബിൾ ആൻസർ എടുക്കാം. എവിടെ റെക്കോർഡ് ചെയ്യുന്നത്? ഡേ ബുക്കാണ്. 115 ക്വസ്റ്റ്യൻ ആൻസർ ബി, ഡേ ബുക്ക്. 116 ക്വസ്റ്റ്യൻ നോക്കാം. ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇസ് എ ഡാഷ് അക്കൗണ്ട്. നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ടാണ്. 116 ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 117 ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദി ഡ്രോയി ഓഫ് ദി ബിൽ മേക്സ് ദ പേയ്മെൻറ്റ് ഓഫ് ദി ബിൽ ബിഫോർ മച്യൂരിറ്റി ഇസ് കോൾഡ്. ഫസ്റ്റ് ഓപ്ഷൻ എൻഡോസ്മെൻറ്റ്, സെക്കൻഡ് ഓപ്ഷൻ റിന്യൂവൽ, തേർഡ് ഓപ്ഷൻ റിട്ടയർമെൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ ഡിസോണർ. വെൻ ദി ഡ്രോയി ഓഫ് ദി ബിൽ, ഡ്രോയി അല്ലെങ്കിൽ ആക്സെപ്റ്റർ ഓഫ് ദി ബിൽ മേക്ക് ചെയ്യുവാണ്, അദ്ദേഹമാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. ആർക്ക്? ഡ്രോവർക്ക് അല്ലെങ്കിൽ ഡ്രോവർ പറയുന്ന വ്യക്തിക്ക്. മേക്സ് ദി പേയ്മെൻറ്റ് ഓഫ് ദി ബിൽ ബിഫോർ മച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് തന്നെ പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. അതിന് പറയുന്ന പേരെന്താണ്? റിട്ടയർമെൻ്റ് ആണ്. 117 ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, റിട്ടയർമെൻറ്റ്. 118 ക്വസ്റ്റ്യൻ നോക്കാം. എ ബിൻ കാർഡ് അല്ലെങ്കിൽ ബിൻ ടാഗ് ഇസ് കെപ്റ്റ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റോർ കീപ്പർ, സെക്കൻഡ് ഓപ്ഷൻ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, തേർഡ് ഓപ്ഷൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ ഗേറ്റ് കീപ്പർ. ബിൻ കാർഡ് ബിൻ ടാഗ് കാണിക്കുന്നത് എന്താണ്? മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഇഷ്യൂവും അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള പർച്ചേസും അതിനുശേഷം ബാലൻസ് ഉള്ള ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. എത്രമാത്രം ഉണ്ട് ക്വാണ്ടിറ്റി. അപ്പോൾ 118 ക്വസ്റ്റ്യൻ എ ബിൻ കാർഡ് ഇസ് കെപ്റ്റ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ, സൂട്ടബിൾ ആൻസർ എ ആണ്, സ്റ്റോർ കീപ്പറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 119 ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ നാരോ സെൻസ് ഫണ്ട് മീൻസ് ഫസ്റ്റ് ഓപ്ഷൻ മെറ്റീരിയൽ, സെക്കൻഡ് ഓപ്ഷൻ മെഷീനറി, തേർഡ് ഓപ്ഷൻ ക്യാഷ്, ഫോർത്ത് ഓപ്ഷൻ വർക്കിംഗ് ക്യാപിറ്റൽ. നാരോ സെൻസ് ഫണ്ട് മീൻസ് മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ളത്. 119 ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ,
ക്യാഷ് ആണ്. 120ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കേസ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് 20%, then operating ratio will be first option 10%, second option 20%, third option 100%, fourth option 80%. Net profit ratio is 20%, then operating ratio will be 100 minus 20. That means 80% ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 120ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്, 80%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.